വിഘ്നേശ്വര, ഞങ്ങളുടെ ജോലിക്ക് വിഘ്നങ്ങളൊന്നും വരാതെ ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണമേ മഹാഗണപതി. അയ്യോ, എന്തൊരു കൊതിയാണത്. പ്രസാദമല്ലേടാ? എന്നാ എനിക്കെന്താ? ഡാഡി, ഞാൻ കോളേജിൽ പോകുന്നു. വൈകുന്നേരം ലേറ്റായിട്ടേ വരൂ. ആർട്സ് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ട്. കാർ ശരിയായോ? ഇല്ല മുതലാളി, ഇത് എന്നെ കൊണ്ട് പറ്റൂല മുതലാളി. എന്നാലേ മോളെ കോളേജിൽ കൊണ്ട് വിട്ടിട്ട് കാർ വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് വന്നാൽ മതി. പോയിട്ട് വരട്ടെ ഡാഡി. ശരി മോളെ, സൂക്ഷിച്ചൊക്കെ പോണേ. മോളെ, ഇവരുടെ കാര്യമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഓ, എന്റെ പേര് വൈകുണ്ഠം ശങ്കർ. എന്ത് വൈകുണ്ഠമോ? അതെ, വൈകുണ്ഠം എന്നത് എന്റെ വീടിന്റെ പേരാണ്. ഞാൻ കൈലാസം രാജു. ഞാൻ സിന്ധു. ഞാൻ TP ഭാസ്കരൻ നായർ. TP എന്ന് വെച്ചാൽ തല്ലിപ്പോ. ഓ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിയാതെ ഇപ്പം പറഞ്ഞു വരാം. നീ പിടിച്ചില്ല. ഞങ്ങളിങ്ങനെ പറയായിരുന്നേ, പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. സ്വഭാവം, സമ്പത്ത്, സൗന്ദര്യം, ഇത് മൂന്നും കൂടി ഒന്നിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. TPയുടെ മകൾക്ക് ഇത് മൂന്നും ഉണ്ട്. TPക്കും അത് പിന്നെ അങ്ങനെയല്ലേ വരികയുള്ളൂ. അവൾ എന്റെ ഏക മകളാണ്. അയ്യോ, ഈ രണ്ട് മണ്ടന്മാർ അളിയന്മാരെ എനിക്ക് തന്നിട്ട് എന്റെ ഭാര്യ യാത്ര പറഞ്ഞു പോയി. യാത്ര പറഞ്ഞിട്ട് എങ്ങോട്ട് പോയി TP? മരിച്ചു പോയടാ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അയ്യോ, കഷ്ടം. ഈ മണ്ട അളിയന്മാരും ഈ TP മരിച്ചിട്ട് ആ നല്ല സ്ത്രീ ജീവിച്ചിരുന്നെങ്കിൽ ഉള്ളത്. വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് കേറി വരൂ. എല്ലാരും കൂടെ എങ്ങോട്ടാ? ചേട്ടന്റെ ഫ്രണ്ടിന്റെ വീട് വരെ. അപ്പൊ ഉച്ചയ്ക്ക് അവിടെ ആയിരിക്കും ഊണ്. അതെ. ഇത് എന്റെ മോള് ശാരദ. അവളുടെ ഭർത്താവ് രാമകൃഷ്ണൻ അങ്ങ് ഗൾഫിലാ. ഇതിന്റെ കൊച്ചു മോള് നിമ്മി. പോയിട്ടോ. അല്ല, ഇതേത് ഭാര്യയുള്ള മോളാ? അയ്യോ, ഇവിടെ എന്റെ മോളല്ല, എന്റെ ചേട്ടന്റെ മോളാ. ഓ, അയ്യോ, നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു അല്ലേ? ഇവിടെ ആ താമസം. ചെറുപ്പത്തില് അവൾ അച്ഛനും അമ്മയും മരിച്ചുപോയി. അയ്യോ, പാവം. എടാ ശങ്കു, TPയുടെ കുടുംബത്തിൽ മരിക്കാത്തതായിട്ട് TP മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു. മര്യാദ കിടക്കുന്നുണ്ടോ അവിടെ? തുറന്നു വിട്ടാ ശല്യം, അടച്ചിട്ട് അതിനേക്കാൾ ശല്യം. എന്തൊരു ജീവിയുടെ ഇത്? നമസ്കാരം. ഇതാണോ അടുക്കള? നിങ്ങളാണോ ശാന്തമ്മ? പാവം ശാന്തമ്മ. ശാന്തമായ സ്വഭാവം അല്ലേ? ഞങ്ങളിവിടെ പുതുതായിട്ടൊന്ന് ജോലിക്കാരാ. അപ്പൊ TP ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, അടുക്കള ഇത് വല്ലതും ഇഷ്ടം പോലെ കഴിച്ചിട്ട് ഫാക്ടറിയിലേക്ക് ചെല്ലാം. രാജു, ഇന്നലെ ചെടിച്ചട്ടി, കാറ്, ഓസ്, ഇന്നിതാ കുട്ടുകം. എന്റെ ദൈവം, ഇത് ചെറുത്താന്റെ കോട്ടയാണോ? നിങ്ങളെല്ലാം കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഒരു ബുൾസൈ ഉണ്ടാക്കി തരുമോ? മനസ്സായി. ഇനി നാളെ വേറെ കൂടി ചോദിക്കും. ഇതാണോ മുട്ട? ഇതാണ് ബുൾസൈ. തരും. എനിക്ക് പോയിരിക്കുന്നു. ഇപ്പൊ സാമ്പാറും കഴിച്ചേ. എന്താ ഇതിനകത്ത്? അയ്യോ, എന്റെ പൊന്നു കുഞ്ഞെ തുറക്കല്ലേ, ചതിക്കല്ലോ കുഞ്ഞെ. നീ അങ്ങോട്ട് തുറക്കണം കുഞ്ഞെ. ഓ, ചതിച്ചു. ഇന്ന് ഞാൻ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് പണിയാ ഈ കാണിച്ചത്? ഇനി ഇവനെ ഒന്ന് കുട്ടകത്തിലാക്കണമെങ്കിൽ ഞാൻ എന്ത് പാടുപെടണം? രാജു, ഇവിടെ എല്ലാം കുഴപ്പം തന്നെ. ഇതെന്താ ഇങ്ങനെ? അതൊന്നും പറയാതിരിക്കാൻ എന്റെ കുഞ്ഞുങ്ങളെ നല്ലത്. ഇവൻ എന്റെ ആങ്ങളെയാ. ഇവൻ കുറെ കാലം മാജിക്കാരോട് ബോംബെയിലായിരുന്നു. മാജിക്കിനെ പറ്റി ചിന്തിച്ച് ഇവന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ചു. പകുതി ഭ്രാന്ത് പോയി, പകുതി പോയില്ല.
പകുതി ഭ്രാന്ത് മുഴുവൻ മാജിക്കുമായിട്ടാണ് ഇപ്പോൾ അവന്റെ പോക്ക്. കുട്ടവും കൊണ്ട് പുറകെ നടക്കല ഇപ്പോൾ എന്റെ ജോലി. എന്താ നിങ്ങളുടെ പേര്? കുട്ടിച്ചാച്ചൻ എന്ന് വിളിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. ഓ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇത് കൊള്ളാല്ലേ? കുളിച്ചില്ലല്ലേ? ഇല്ല. 5-6 സോപ്പ് എടുത്തോണ്ട് കുളിക്കണം. ഈ സോപ്പ് കൊണ്ട് കുളിച്ചിട്ട് മുടിക്കായിട്ട് നാളെ വരണം. അതാ അടുക്കി വെക്ക്. റെഡി 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 റെഡി. എങ്ങനെ ശങ്കര, ജോലിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. യവന് വന്ന് കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ചോദിക്കുന്നത്. ഇതാ ഇവിടെ ഉണ്ട്. കുഞ്ഞെ, എന്റെ പേര് സിന്ധു എന്നാണ്. എന്നാലും എന്റെ ബോസ് അല്ലേ? എനിക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. അച്ഛനില്ലേ? പുറത്തുപോയി. ആ ഇതാ വേണ്ട പ്ലീസ്. നിങ്ങളുടെ ഫ്രണ്ടിനെ ഡാഡി ഫാക്ടറിയിലേക്ക് അയച്ചു. നിങ്ങൾക്കും ഇന്നവിടെ നൈറ്റ് വാച്ചറുടെ ഡ്യൂട്ടിയാണ്. ഫാക്ടറിയിലേക്ക് പൊയ്ക്കോളാൻ ഡാഡി പറഞ്ഞു. വരട്ടെ. എക്സ്ക്യൂസ് മീ, നൈറ്റ് വാച്ചറുടെ ഡ്യൂട്ടിയാണ്, ഉറങ്ങരുതെന്ന് ഡാഡി പ്രത്യേകം പറഞ്ഞു. ഹലോ, ഭാസ്കർ നായർ ഹിയർ. ഹലോ ടി പി. അതെ, ടി പി തന്നെ. ഈ പാലാക്കുന്നത് ആരാ? ടി പി ഇത്ര വേഗം ഞങ്ങളെ മറന്നോ? ഞങ്ങള് രാജു ശങ്കറും. അല്ല, ടി പി ഉറങ്ങായിരുന്നോ? പിന്നെ ഞാൻ ഈ പാതിരാത്രി എന്ത് ചെയ്യാനാ? അല്ല, ഒന്നും ചെയ്യാ. ഉറങ്ങാതിരിക്കാനെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാ. ഇത്രയും നല്ല ജോലിക്കാരെ ടി പിക്ക് എവിടുന്ന് കിട്ടും? നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോടാ. നിങ്ങൾ എവിടുന്നാ ഫോൺ ചെയ്യുന്നത്? നമ്മുടെ ഓഫീസിനകത്തുനിന്ന്. ആഫീസിലെത്തുന്നോ? ആഫീസിനകത്ത് എങ്ങനെ കയറി? അത് വളരെ ഈസി അല്ലേ? ഒരു തട്ട്, 2 മുട്ട്, ജനാല പൊളിഞ്ഞ് കയ്യിൽ, ഞങ്ങളകത്ത്. എന്ത്? ജന്നാല പൊളിച്ചോ? അതെ, പൊളിച്ചു. പൊളിച്ച് അടുത്ത് വെച്ചിട്ടുണ്ട്. പൊളിച്ചതിനൊരു നന്ദി പോലും പറയുന്നില്ലല്ലോ മുതലാളി. എടാ, ഇക്കണക്കിന് നിങ്ങൾ എന്റെ ഫാക്ടറി പൊളിക്കുമല്ലോടാ. മുതലാളി പറഞ്ഞ ഇപ്പൊ തന്നെ ഫാക്ടറി പൊളിച്ചടിക്കാം. വേണ്ട വേണ്ട, അപകടം ഒന്നും കാണിക്കരുത്. നിങ്ങൾ അവിടുത്തെ വാച്ച്മാന്റെ ജോലി മാത്രം ചെയ്താൽ മതി. രാത്രി ഉറങ്ങരുത്. ശരി, ഓക്കെ. മിണ്ടാതിരിടാ അവിടെ. മിണ്ടാതിരിടാ ഫോണെ.
എടാ പുല്ല് പോണേ, നീ എന്റെ കാശ് മാറ്റോണ്ട് എന്റെ ബെഡ്റൂമിൽ കയറി ഇരുന്നോണ്ട് അവന്മാർക്ക് വേണ്ടി പണിയെടുക്കാണ് അല്ലേ? നിനക്കും തുടങ്ങിയ രാഷ്ട്രീയക്കാരെ പോലെ ഈ കാല് മാറ്റം നിന്നെ മുതലാളി